എപ്സണിൻ്റെ ഫോട്ടോ പ്രിൻറ്റിംഗ് മെഷീനിൽ ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അതിൽ ഫയലിൽ ന്യൂ എടുക്കുക. ന്യൂവിലിവിടെ നമുക്ക് പേര് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ അൺടൈറ്റിൽഡ് 7 കൊടുക്കുന്നുണ്ട്. ന്യൂവിൽ എന്തെങ്കിലും പേര് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതിൽ 6x4 എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതാണ് 6x4 പേപ്പർ സൈസ്. ഇതാണ്. ഇത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഏത് ഫോട്ടോയാണ് നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഫോൾഡറിൽ നിന്ന് ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 6x4 പേപ്പർ സൈസാണ്. റൈറ്റ് സൈഡിൽ നമ്മൾ ഫോട്ടോ എടുക്കേണ്ട പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. ഈ ഫോട്ടോ നമുക്ക് 6x4 എന്ന പേപ്പർ സൈസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ പ്രിൻ്റ് എടുക്കാനായിട്ട്. അതിന് ഡ്രാഗ് ചെയ്ത് അതിലേക്ക് വെക്കുന്ന ആ ഒരു ആരോ പോലെയുള്ള ആ ഒരു കീ എടുത്ത് നമ്മൾ അതിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. 6x4 ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് അതിനുശേഷം നമ്മൾ ആ ഫോട്ടോ ഇപ്പോൾ ഒരു 6x4 ഷീറ്റിൽ തന്നെ ഒരു 7-8 പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമുക്ക് എടുക്കാം. അതിനുശേഷം അത് Ctrl+T ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. Ctrl+C ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമ്മൾ വലത്തോട്ട് ഡ്രാഗ് ചെയ്ത് ഫോട്ടോ ചരിക്കാൻ നേരത്ത് അതിൻ്റെ ഒരു അലൈൻമെൻ്റ് ഒക്കെ മാറിപ്പോവും. നമ്മളത് സെലക്ട് ചെയ്യാൻ നേരത്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമ്മളത് വലത്തോട്ട് ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാതെ കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് തെറ്റാതെ ഫോട്ടോ ചരിയാതെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇത് നമ്മൾ നേരെ അഡ്ജസ്റ്റ് ചെയ്ത് പേപ്പർ സൈസിൻ്റെ അങ്ങോട്ടേക്ക് വെക്കാൻ നേരത്ത് നമുക്കത് ഫോട്ടോയുടെ മുഖം ചുളിഞ്ഞു പോകാത്ത രീതിയിൽ ചെറുതായിട്ട് ക്രോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഒരു ഫോട്ടോ ക്രോപ്പ് ചെയ്യുന്ന പോലെ തന്നെ മൂലയ്ക്കുള്ള ആരോ പിടിച്ചിട്ട് നമ്മൾ ചെയ്തെടുത്താൽ പിന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കത് ഏത് ലെയറാണെന്ന് കാണാൻ പറ്റും. ലെയർ ഒരു ഷീറ്റിൽ ഒരുപാട് ഫോട്ടോ എടുക്കേണ്ടി വരുന്ന സമയത്ത് നമ്മൾ ലെയർ സെലക്ട് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലെയർ സെലക്ട് ചെയ്തിട്ട് Ctrl+J കൊടുക്കുക. Ctrl+J കൊടുത്തു കഴിഞ്ഞാൽ അത് കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെ പേസ്റ്റായിട്ട് വരും ഇപ്പുറത്തേക്ക് കണ്ടോ. അതേപോലെ വീണ്ടും അത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും Ctrl+J കൊടുത്ത് ഒരെണ്ണം വെച്ച് അങ്ങനെ നമുക്ക് ആ ഒരു ഷീറ്റ് നിറച്ച് എത്ര ഫോട്ടോ വേണോ അത്രയും ഫോട്ടോ നമുക്കവിടെ വയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ആ ഫോട്ടോ കാണുമ്പോൾ അതിനൊരു ബോർഡറില്ല. ചിലർ ലൈറ്റായിട്ടുള്ളൊരു ബ്ലാക്ക് ബോർഡർ വെക്കും. ബോർഡർ വെക്കാനായിട്ട് ഞാനിപ്പോൾ ഇപ്പം നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് സ്ട്രോക്ക് എന്ന ഓപ്ഷനാണ്. സ്ട്രോക്ക് കൊടുക്കുന്നു. അതിനുശേഷം ആ സ്ട്രോക്ക് റെഡായിട്ടാണ് നേരത്തെ കിടന്നത് കണ്ടായിരുന്നല്ലോ, അത് മാറ്റി നമ്മൾ ബ്ലാക്ക് ആക്കി. അപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ഫോട്ടോയ്ക്കൊരു ഔട്ട്ലൈനായിട്ടൊരു ബോർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡർ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ എല്ലാം Ctrl+J കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ Ctrl+P കൊടുത്താൽ മതി. നമ്മുടെ പ്രിൻ്റർ എന്ന് പറയുന്നത് Epson L3215 ആണ്. പ്രിൻ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ടിക്ക് കാണുന്ന ഓപ്ഷൻ കൊടുക്കാന്നുണ്ടെങ്കിൽ ഫിറ്റായിട്ട് നിൽക്കും. അതിനുശേഷം നമ്മൾ പ്രിൻ്റ് ഓപ്ഷൻ കൊടുക്കാൻ നേരത്ത് പ്രോപ്പർട്ടീസ് ഒന്ന് ചെക്ക് ചെയ്യണം. പ്രോപ്പർട്ടീസിൽ ഫോട്ടോ പേപ്പർ ഗ്ലോസി ആണോ 6x4 ആണോ എന്നെല്ലാം നന്നിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം, ചിലപ്പോൾ A4 ആയിട്ടായിരിക്കും കിടക്കുന്നത്, അപ്പോൾ അത് മാറ്റി നമ്മുടെ പേപ്പർ സൈസ് ആക്കിയതിന് ശേഷം നമുക്ക് പ്രിൻ്റ് കൊടുക്കാം. നമ്മുടെ പ്രിൻ്റർ Epson ആണ്. ഫോട്ടോ പ്രിൻറ്റിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്ററാണ്. നമ്മുടെ കുറച്ച് പഴയ മോഡലാണ്. കണ്ടില്ലേ ഇപ്പോൾ ആ പേപ്പർ വെച്ച് കൊടുത്തപ്പോൾ കറക്റ്റ് സൈസിൽ വന്നിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പേപ്പർ വെച്ച് നല്ല ഇതിപ്പോൾ ഇതാണ് 6x4 പേപ്പർ. ഇതിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം.